ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചന ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മുടെ തലയുള്ള ദൈവസന്നിധിയിൽ വണക്കം പ്രാർത്ഥിക്കാം. ബറയ്ക്കുമോർ കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ച സമർപ്പിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ അറിയുന്ന നാഥ, നിൻ്റെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമാവുന്ന ദൂത് അവിടുന്ന് പകർന്നു നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിന് വ്യതിയാനം വരുത്തുവാൻ ഉപയുക്തമാവുന്ന ദൈവവചനങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. വചന കേൾവി വൃഥാവായി തീരരുതേ, കേട്ട് വിട്ട് ശിക്ഷയ്ക്കാകരുതേ. നിന്നെ അറിയുവാനും സ്നേഹിക്കുവാനും നിൻ്റെ ഇഷ്ടം പിൻപറ്റുവാനും ഉപയുക്തമാവുന്ന നല്ല വചനങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകൾ നിൻ്റെ ഇഷ്ടപ്രകാരവും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദകരമായി തീരണമേ. നിനക്കിഷ്ടമില്ലാത്ത വ്യർത്ഥ വിചാരങ്ങളെയും വ്യർത്ഥ സംഭാഷണങ്ങളെയും ഞങ്ങളെ ദൂരീകരിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്താളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശ്രോതാക്കളായിരിക്കുന്ന ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ അടുക്കൽ ദൈവവചനത്തിൻ്റെ നിഴലിൽ വരുവാനാക്കി ഇടയാക്കി തീർത്ത ദൈവത്തെ അളവറ്റ് സ്തുതിക്കുകയാണ്. തിരുവചനത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ചിന്ത ആരംഭിക്കാം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. 16-ഉം 17-ഉം വാക്യങ്ങൾ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞു. പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. 4-ാം അധ്യായം 16-ാം വാക്യം അതിലിങ്ങനെ ഓർപ്പിക്കുന്നു, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. വളരെ രസകരമായ ഒരു സംഭവവും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവം പറയുന്ന ഒരു വാചകമാണ്. സുഖാർ എന്ന് പറയുന്ന സ്ഥലത്തെ കിണറിൻ്റെ അടുക്കൽ യേശു വിശ്രമിക്കാനായിട്ടിരിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ വരുന്നുണ്ട്. ആ സ്ത്രീ വെള്ളം കോരുവാൻ വന്നപ്പോൾ സ്ത്രീയുടെ കയ്യിൽ കോരുവാൻ പാത്രമുണ്ട്. ആ പാത്രമുള്ള സ്ത്രീയുടെ അടുക്കൽ, ശമരിയ സ്ത്രീയുടെ അടുക്കൽ യേശുമ്പുരാൻ പറയുന്നുണ്ട്, എനിക്ക് അല്പം വെള്ളം ആവശ്യമുണ്ട്, നീ എനിക്ക് കുടിക്കാനുള്ള വെള്ളം തരണം. അവിടെ ചെറിയ കോൺട്രവേഴ്സിയിലൊക്കെ ആയിത്തീരുന്നുണ്ട്. അതിനുശേഷം യേശുദമ്പുരാൻ അവളോട് പറയുന്ന വാചകമാണ്, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് ജീവജലം തരും. ഇവിടെ വരാനും ഇനി ദാഹിക്കാതെ ഇരിക്കാൻ വേണ്ടി നീ എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നു, ഞാൻ നിനക്ക് ജീവജലം തരും. ആ സ്ത്രീ അന്നേരം മറുപടി പറയുന്നതാണ്, എനിക്ക് അത് വേണം എന്ന് പറയുമ്പോൾ യേശുദമ്പുരാൻ പറയുന്ന മറുപടിയാണ്, പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. ഞാൻ ഈ വേദഭാഗം എൻ്റെ ചെറുപ്പകാലം മുതലേ പല പാട്ടുകളായിട്ടും അല്ല വേദപുസ്തകത്തിൽ കൂടിയൊക്കെ ഞാനിത് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെ ചിന്ത ഇതായിരുന്നു, എന്തിനാണ് യേശു അങ്ങനെ ചെയ്തത്? ജീവജലം തരുമെന്ന് പറഞ്ഞു, ചോദിച്ചവളോട് പറയാണ് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. ഒരിക്കലും പരസ്പര ബന്ധമല്ല എന്ന് എനിക്ക് അന്ന് കാലഘട്ടങ്ങളിലൊക്കെ തോന്നിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജലം ആഗ്രഹിക്കുന്നവർക്കൊക്കെ സമൃദ്ധിയായി ജീവൻ കൊടുക്കുന്ന ദൈവത്തിൻ്റെ അനുഭവത്തെ പങ്കിട്ട് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന യേശു ക്രിസ്തു, അതിനുവേണ്ടി പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു തമ്പുരാൻ എന്തുകൊണ്ടാണ് ഈ സ്ത്രീയോട് പറയുന്നത് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി? എനിക്ക് തോന്നിയ 4-5 ഉത്തരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, നീ സത്യം പറയുമോ എന്നറിയാൻ വേണ്ടി. നീ സത്യം പറയുമോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് ദൈവം നിന്നോട് പറയുന്നത് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. നിനക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, നിന്റെ ജീവിതത്തിൽ ഇന്ന അവസ്ഥകളുണ്ടെന്ന് നീ ദൈവസന്നിധിയിൽ സത്യമായി തുറന്നു പറയുമോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് ദൈവം നിന്നോട് പറയുന്നത് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. ഇത് വളരെ അർത്ഥവത്താണ്. ജീവജലം അനുഭവിക്കുന്നതിന് മുമ്പ്, കർത്താവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്നതിന് മുമ്പ് സത്യം തുറന്നു പറയുന്ന ഒരു അനുഭവം ഉണ്ടാകണം സഹോദരൻ. പലതും ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട്, പലതും രഹസ്യമാക്കി വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു തലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിലുപരിയായി ഈ കുമ്പസാരം നടത്തുന്ന ഒരു വൈദികൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ കുമ്പസാരിക്കുന്ന ഒരു വൈദികൻ എന്നുള്ള രീതിയിൽ, രണ്ടും രണ്ടർത്ഥതലങ്ങളാണ്. ഒന്ന്, ജനത്തെ കുമ്പസാരിപ്പിക്കാനായിട്ട് വൈദികരുടെ ശ്രമങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ വൈദികരിൽ വളരെ ചുരുങ്ങിയ പക്ഷം ആളുകൾ മാത്രമേ ആണ്ടുകുമ്പസാരം പോലും നടത്താറുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ പ്രധാന വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന സമയത്ത്, കുമ്പസാരത്തിനായി അടുത്തു വരുന്ന സമയത്ത് നമ്മളൊക്കെ ആദ്യം പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണ്, അച്ഛ കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞു. അത് വലിയൊരു പ്രതിസന്ധിയുള്ളൊരു മറുപടി അല്ലല്ലോ. കുമ്പസാരത്തിനിടയ്ക്ക് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ആരാ കള്ളം പറയാത്തതെന്ന് ചിന്തിക്കാമല്ലോ.
ദൈവസന്നിധിയിൽ ഓർത്തെടുക്കുക. നിന്റെ കള്ളമെന്ന് പറയുന്നത് വേറൊരാളെ അബദ്ധത്തിലേക്ക്, ആപത്തിലേക്ക് കൊണ്ടുപോകുന്നതാണോ എന്ന് തിരിച്ചറിയണം. തന്നെയല്ല, നിനക്ക് ഭൂമിയിൽ ഒരു കള്ളം പറയേണ്ടി വന്നാൽ അതിൻ്റെ പിൻബലമായി പല കള്ളങ്ങൾ ഉണ്ടായി വരും. അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് പല തിന്മകൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി വരും. അതുകൊണ്ടാണ് ഗാന്ധിജിയെ പോലുള്ളവർ സത്യത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചത്. സത്യം മാത്രമേ സംസാരിക്കൂ, സത്യം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ചിന്തിച്ചത് അതുകൊണ്ടാണ്. ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പടികളിൽ യഥാർത്ഥമായൊരു വിജയം ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്, എൻ്റെ ജീവിതത്തിൽ കള്ളങ്ങൾക്ക് സ്ഥാനമില്ല. എൻ്റെ ജീവിതത്തിൽ ഏതർത്ഥത്തിലും കള്ളം പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഏതർത്ഥത്തിലും കള്ളം ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് വരുന്ന പ്രയോജനം മതി. കാലങ്ങൾ എടുത്തായിരിക്കും ഒരുപക്ഷെ ചില പ്രയോജനങ്ങൾ ഉണ്ടാകുന്നത്. എങ്കിലും എൻ്റെ ജീവിതത്തിൽ കള്ളങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് ചിന്തിക്കാനായിട്ട് കഴിയണം. യേശു തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് അനന്യാസ് സഫീറ ദമ്പതികൾ വരുന്നുണ്ട്. അവരുടെ സ്വത്തായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ കള്ളം പറയുകയാണ്. ഇത്രയ്ക്കാണ് ഈ വസ്തുവകൾ വിറ്റത് എന്ന് അവർ കള്ളം പറയുകയാണ്. അതോടുകൂടി ഉണ്ടായ ഭവിഷ്യത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ തിന്മയായിട്ട് ദൈവം തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് ശാപമേൽക്കേണ്ടി വരിക. അത്തിമരം ഇലകളിങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. അത് കള്ളം കാണിക്കുകയാണ്. എന്താണ്? എന്നിൽ കായ്കളുണ്ട് എന്ന് അത് കള്ളം കാണിക്കാൻ വേണ്ടിയാണ് ഇലകൾ നിറഞ്ഞത്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ അതിനെ ശപിച്ചത്. നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സത്യം പറയുന്നവനാണോ? ആ ശമരിയ സ്ത്രീ സത്യം പറയുമോ എന്ന് അറിയാൻ വേണ്ടി ദൈവം അവളെ ചോദ്യം ചെയ്തെങ്കിൽ ദൈവം അനുദിനം എന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഞാൻ സത്യം പറയുന്നവനാണോ എന്നറിയാൻ വേണ്ടി. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ഉചിതമായ ഒരു പ്രധാന ചിന്തയാണ് ഞാൻ സത്യം പറയണം. അതുകൊണ്ടല്ലേ ക്രിസ്ത്യാനികളെ ഒരു കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത് സത്യക്രിസ്ത്യാനി. സത്യക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ സത്യം മാത്രം ചെയ്യുന്നവൻ, സത്യം മാത്രം പറയുന്നവൻ, സത്യത്തിൽ മാത്രം ജീവിക്കുന്നവൻ. നീ ഒരു സത്യക്രിസ്ത്യാനിയാണോ എന്ന് സ്വയം ചിന്തിക്കുക. രണ്ടാമതായിട്ട് യേശു തമ്പുരാൻ പറയുന്നത്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. ദൈവം തമ്പുരാൻ നിന്നിൽ കൂടി ചില പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ നിന്നിൽ കൂടി ചില പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാനുള്ള പ്രവൃത്തി അല്ലെങ്കിലും പിന്നീട് അതിനകത്ത് ഈ ശമരിയ സ്ത്രീയുടെ വലിയൊരു പ്രവർത്തനത്തെക്കുറിച്ച് കാണുന്നുണ്ട്. യേശു തമ്പുരാൻ അതിനുവേണ്ടി എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്, നീ പരിശ്രമിക്കാൻ തയ്യാറാകുക. നിന്റെ സന്നിധിയിൽ നിന്നൊരു പരിശ്രമത്തിന് തയ്യാറാകുക. ഇന്ന് പല ആളുകളും ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്നുള്ള ബോധ്യത്തോടുകൂടി പൂർണ്ണമായൊരു വിശ്രമാവസ്ഥയിലാണ്. എനിക്ക് ദൈവം എല്ലാം ചെയ്തു തരും, എനിക്ക് ദൈവം എല്ലാം ചെയ്തു തരും, എനിക്ക് ദൈവം എല്ലാം ചെയ്തു തരത്തില്ലെന്നതിനർത്ഥമില്ല. മറിച്ച് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് പരിശ്രമമുണ്ട്? കുരുടനെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയുമായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ യേശു പറയുന്നു, നീ പോയി ശീലോഹാവിനെ വെള്ളത്തിൽ കഴുകുക. ഏത് പ്രവർത്തനം ചെയ്താലും യേശു അതിനോട് ചേർന്ന് ചെറിയ ചില ജോലികൾ നിന്നെയും എന്നെ ഏൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. ഒരു ഭക്തനായ മനുഷ്യൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഭക്തിയോടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അവന് ഒരു ദിവസം ആ ദേശത്ത് അതിശക്തമായ വെള്ളപ്പൊക്കമുണ്ടായി. പല ആളുകളെയും പല സൈന്യങ്ങളും രക്ഷപ്പെടുത്തുകയാണ്. ഇവൻ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വീടിനകത്തിരിക്കുകയാണ്. വെള്ളം അവൻ്റെ മുട്ടോളം എത്തി. അവൻ പതുക്കെ മുകളിലേക്ക് കയറി, വീടിൻ്റെ മുകൾ തട്ടിൽ കയറി. വീടിൻ്റെ മുകൾ തട്ടിൽ കയറിയപ്പോൾ ഇവൻ ഇതുവരെ ഓടിപ്പോവുകയോ ഒന്നും ചെയ്യാതെ അവൻ ആ വീടിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പം വെള്ളം മുകളിലോട്ട് കയറുന്നതിനനുസരിച്ച് അവൻ വീടിൻ്റെ 2ാം നിലയിൽ കയറി, 3ാം നിലയിലേക്ക് കയറി. 3ാം നിലയ്ക്ക് മുകളിലൊരു നിലയില്ലാത്തതുകൊണ്ട് അവൻ അവിടെ നിൽക്കുകയാണ്. അറിയിപ്പ് ലഭിച്ചിട്ടും അവനത് പോകാതെ നിൽക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് അതുവഴി വന്നു. ബോട്ട് അതുവഴി വന്നപ്പം ഈ മനുഷ്യൻ, ആ ബോട്ടിലുള്ളവൻ ഇവരോട് പറഞ്ഞു, ഈ ബോട്ടിൽ കയറ്. ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ദൈവം എന്നെ രക്ഷിച്ചോളും, ദൈവം എന്നെ രക്ഷിച്ചോളും. രണ്ടാമതായിട്ട് ആ ബോട്ട് പോയി കഴിഞ്ഞ് പിന്നീടൊരു ഹെലികോപ്റ്റർ വന്നു, നാവികസേനയുടെ അല്ലെങ്കിൽ ആ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുടെ. അവർ വന്ന സമയത്ത് അവനോട് പറഞ്ഞു, നീ ഈ വിമാനത്തിലേക്ക് കയറ്, ഹെലികോപ്റ്ററിലേക്ക് കയറ്. അവൻ പറഞ്ഞു, ഇല്ല, ദൈവം എന്നെ രക്ഷിച്ചോളും. ഇവൻ അവസാനം മുങ്ങി മരിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന സമയത്ത് ദൈവം അവനോട് ചോദിച്ചു, നീ എന്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല? അന്നേരം ഭക്തനായ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്നിൽ വിശ്വസിച്ചു, നീ എന്നെ രക്ഷിക്കുമെന്ന്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ പലതവണ രക്ഷിക്കാൻ ശ്രമിച്ചു, നീ അതിലൂടെ രക്ഷ പ്രാപിക്കാനായിട്ട് ശ്രമിച്ചില്ല. ഭക്തനായ മനുഷ്യൻ ചോദിച്ചു, നീ എപ്പോഴാണ് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്? ദൈവം മറുപടി പറഞ്ഞു,
ആദ്യമേ നിനക്ക് അറിയിപ്പ് രൂപേണ ഞാൻ നിനക്ക് വേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അന്ന് നീ അത് കേൾക്കാൻ തയ്യാറായില്ല. പിന്നീട് ഞാൻ ബോട്ടിൻ്റെ രൂപത്തിൽ വന്നു, അന്നും നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല. പിന്നീട് ഞാൻ ഹെലികോപ്റ്ററിൻ്റെ രൂപത്തിൽ വന്നു, അവിടെയും നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല. നിന്റെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമമില്ലാതെ ജീവിക്കുക. താലന്തുകൾ കയ്യിൽ തന്നിട്ടുള്ള ആളുകൾ താലന്തുകൾ എത്ര ലഭിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള പരിശ്രമം ഉണ്ടാകണം. എൻ്റെ കയ്യിൽ 1 താലന്ത തന്നെങ്കിൽ ആ 1 താലന്ത് ഞാൻ വിനിയോഗം ചെയ്യണം. എൻ്റെ കയ്യിൽ 2 താലന്ത തന്നിട്ടുള്ളെങ്കിൽ ആ 2 താലന്ത് ഞാൻ വിനിയോഗം ചെയ്യണം. എൻ്റെ കയ്യിൽ 5 താലന്ത തന്നിട്ടുള്ളെങ്കിൽ ഈ 5 താലന്ത് ഞാൻ വിനിയോഗം ചെയ്യണം. സഹോദരങ്ങളെ, പൂട്ടിവെക്കാനോ മറച്ചു വയ്ക്കാനോ ഉള്ളതല്ല. ദൈവം തമ്പുരാൻ എന്നിൽ കൂടി ചില പരിശ്രമങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവം ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു വൈദികൻ എന്ന രീതിയിൽ, ഒരു ഭർത്താവെന്ന രീതിയിൽ, ഒരു ഗൃഹനാഥൻ എന്നുള്ള രീതിയിൽ, മക്കളുടെ പിതാവെന്ന രീതിയിൽ, അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ള രീതിയിൽ എന്നെ ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് പരിശ്രമിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ആ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പരിശ്രമിക്കാനും ശ്രമിക്കുന്നുണ്ടോ? ഈ ചിന്ത നമ്മെ രണ്ടാമതായിട്ട് ഭരിക്കട്ടെ. ശമരിയ സ്ത്രീയോട് യേശു തമ്പുരാൻ പറയുന്നു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. ചുമ്മാ വെള്ളമെടുത്ത് കുടിക്കാനല്ല, നിന്റെ ഭാഗത്ത് നിന്ന് ചില പരിശ്രമങ്ങൾ ഉണ്ടാകട്ടെ. അതേ പരിശ്രമങ്ങൾക്ക് ദൈവം തമ്പുരാൻ എന്നോടും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കണക്ക് ചോദിക്കുമ്പം തമ്പുരാൻ ചോദിച്ചു, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച താലന്തുകൾ എന്തിയെ? നിന്നെ അധികത്തിൽ വിചാരകനാക്കാൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച താലന്ത് എന്തിയെ? വിനിയോഗം ചെയ്യാനായിട്ട് കഴിയട്ടെ. മൂന്നാമതായിട്ട് ശമരിയ സ്ത്രീയോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്നതിൽ കൂടി ദൈവം ആഗ്രഹിക്കുന്നത്, നിന്നിൽ കൂടി മശിഹായെക്കുറിച്ച് സാക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്നിൽ കൂടി മശിഹായെക്കുറിച്ച് സാക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിന്നിൽ ചില രൂപാന്തരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് നിന്നിൽ ചില രൂപാന്തരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ദൈവം പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ നിങ്ങളോട് പറഞ്ഞത്. സഹോദരങ്ങളെ, യേശു തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഭൂമിയിലാക്കി വെച്ചു. എന്നെയും നിങ്ങളെയും ഉത്തമമായ കുടുംബത്തിലാക്കി വെച്ചു. എന്നെയും നിങ്ങളെയും ദൈവം ഇന്ന് കാണുന്ന തലത്തിലേക്കാക്കി വെച്ചു. എന്നെയും നിങ്ങളെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്തിനു വേണ്ടിയാണ്? അത് നമ്മുടെ ചിന്തയിലോട്ടൊന്ന് വന്നേ. ദൈവം എന്തിനു വേണ്ടിയാണ് എന്നെ ഇങ്ങനെ വിളിച്ചു വേർതിരിച്ചത്? എന്നിൽ കൂടി ക്രിസ്തുവിനെ ഈ ലോകത്തിന് സാക്ഷീകരിച്ചു കൊടുക്കാനായിട്ട് ആവശ്യമുണ്ട്. എന്നിൽ കൂടി ക്രിസ്തുവിനെ ഈ ലോകത്ത് പകർന്നു കൊടുക്കാൻ ആവശ്യമുണ്ട്. എന്നെ കാണുന്ന ഒരുത്തൻ ക്രിസ്തുവിനെ കണ്ടുവെന്ന തലത്തിലേക്ക് വളരേണ്ട ആവശ്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. സഹോദരങ്ങളെ, വേദപുസ്തകം വായിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. എൻ്റെ ജീവിതചര്യകൾ യേശുവിനെ സാക്ഷിക്കുന്നതാണോ? ഇമ്മാനുവേൽ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ലോകം തിരിച്ചറിയാൻ തക്കവണ്ണം എന്നെ സഹായിക്കുന്നുണ്ടോ? എൻ്റെ പ്രവൃത്തികൾ അതിനു വേണ്ടി ഉള്ള രീതിയിൽ വഴിതിരിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ എൻ്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, എൻ്റെ വ്യക്തിഗത നന്മയ്ക്ക് വേണ്ടി, എൻ്റെ വ്യക്തിഗത ജീവിത മഹത്വത്തിനു വേണ്ടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമാണോ ഞാൻ ഇടയായിത്തീരുന്നത്? യൂദാ ഇസ്കറിയോത്ത യേശു തമ്പുരാൻ്റെ ശിഷ്യ സമൂഹത്തിലെ ഒരുവനായിരുന്നു. ഒരു സംശയമില്ല, യേശു തമ്പുരാൻ്റെ ശിഷ്യ സമൂഹത്തിലെ ബുദ്ധി കൂടിയ, വിവേകമുള്ള, കാര്യപ്രാപ്തിയുള്ള, ബോധമുള്ള ഒരു ശിഷ്യൻ തന്നെയായിരുന്നു. എന്നിട്ടും അവനിലേക്ക് ചുരുങ്ങി. അവൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാതെ അവനിലേക്ക് തന്നെ ചുരുങ്ങിയപ്പോൾ അവന് നഷ്ടപ്പെട്ടത് സ്വർഗമാണ്. എവിടെ നഷ്ടപ്പെടുത്തിയോ അത് സാക്ഷിച്ചവന് ദൈവം സ്വർഗം കൊടുക്കുകയും ചെയ്തു. അതാണ് വലതുഭാഷത്തെ കള്ളൻ്റെ പ്രത്യേകത. അവൻ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കാൻ തയ്യാറായപ്പോൾ, ലോകം കാണെ മരണത്തിന് വിധേയമാകേണ്ട സാഹചര്യം അടുത്തു വന്നപ്പോൾ പോലും അവൻ ദൈവത്തെ സാക്ഷിക്കുവാൻ തയ്യാറായപ്പോൾ അവന് ദൈവം ശിഷ്യൻ്റെ സ്ഥാനം കൊടുത്തു. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ട പദവികളിലേക്കും അനുഗ്രഹിക്കപ്പെട്ട തലങ്ങളിലേക്കും ദൈവം എന്നെ നിങ്ങളെ വിളിച്ച് ആക്കി വെച്ചപ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ കൂടി എത്രമാത്രം ദൈവത്തെ ഈ ലോകത്ത് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്? അതോ ഞാൻ എന്നിൽ തന്നെ ചുരുങ്ങി, എന്നിൽ തന്നെ സന്തോഷിച്ച്, എന്നിൽ തന്നെ ആശ്രയിച്ച്, എന്നിൽ തന്നെ ബലപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണോ? ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമെങ്കിൽ ആ ശ്വാസം തന്ന ദൈവത്തെ ഒന്ന് സാക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നിനക്ക് കഴിയുമോ? നിന്നെ കാണുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുക്കണമെന്ന് ചിന്തിക്കുവാനിടയാകട്ടെ. പല തിരുമേനിമാരെയും കാണുമ്പോൾ, പല ഗുരുക്കന്മാരെയും കാണുമ്പോൾ, പല വൈദികരെയും കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ മനസ്സിൽ തോന്നിപ്പോവും, ദൈവമേ, ഞാനും ഒരു വൈദികനാണ്, എനിക്ക് ഇത്രമാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് ഇത്രമാത്രം ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ. ഈ ചിന്ത, ചോദ്യം നമ്മെ ഓരോരുത്തരെയും ഭരിക്കട്ടെ. ആ ചിന്ത, ആ ചോദ്യം അല്ലെങ്കിൽ ആ പ്രവൃത്തി ശമരിയ സ്ത്രീയിൽ കൂടി ഉണ്ടാകുവാൻ വേണ്ടിയാണ് യേശു അവളോട് പറയുന്നത്,
പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. നാലാമതായിട്ട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞതിൻ്റെ കാര്യം, നിന്റെ രഹസ്യങ്ങൾ ദൈവത്തിന് അറിയാം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിന്റെ രഹസ്യങ്ങൾ ദൈവത്തിന് അറിയാം എന്ന് നിനക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് യേശു തമ്പുരാൻ അവളോട് പറയുന്നത്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. അവൾ ഉടനടി പറയുന്നുണ്ട്, എനിക്ക് ഭർത്താവില്ല. യേശു തമ്പുരാൻ അതിന് മറുപടി പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ നിന്റെ കൂടെ ഉള്ളവൻ നിന്റെ ഭർത്താവുമല്ല. ഈ അവസ്ഥ ദൈവത്തിനറിയാമെന്ന് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ദൈവം തമ്പുരാൻ നിന്റെ അടുക്കൽ അങ്ങനെ പറഞ്ഞത്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. ഞാനിത് പറഞ്ഞതിന് 2 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലമെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രതിസന്ധിയാണ് ഈ കണ്ണടച്ച് പാല് കുടിക്കുക എന്ന് പറയുന്നത്. ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ എന്നെ ആരും കാണുന്നില്ലെന്ന് പൂച്ചയുടെ വിചാരം പോലെയാണ്. ഞാൻ രഹസ്യത്തിൽ ഒപ്പിക്കുന്നത് ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, കാലങ്ങൾ കഴിഞ്ഞാൽ വെളിപ്പെടേണ്ട സത്യങ്ങൾ വെളിപ്പെട്ടിരിക്കും. യാതൊരു തർക്കമില്ല. ദൈവസന്നിധിയിൽ രഹസ്യമായി ചെയ്തത് ഒരു തർക്കമില്ലാതെ വെളിപ്പെട്ടതിന് ഉദാഹരണമാണ് 1, 2, 3, 4, 5, 6 കൊല്ലം കഴിഞ്ഞാലും പല കേസുകളും പിന്നീട് പൊങ്ങി വരുന്നത്, പല കുറ്റകൃത്യങ്ങളുടെയും ഉത്തരം അല്ലെങ്കിൽ പ്രതിയെ പിന്നീട് പൊക്കിയെടുക്കുന്നത്. രണ്ടാമതായിട്ട് ഈ വേദഭാഗം ഒരു കാര്യം കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നീ യഥാർത്ഥമായി നിന്റെ രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു പഠിപ്പിക്കാൻ ചില സമയം ശ്രമിക്കുന്നുണ്ട്. നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ദൈവം നിന്നോട് പറയുന്ന കാര്യങ്ങളാണ്, നീ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പല ധ്യാന കേന്ദ്രങ്ങളും അല്ലെങ്കിൽ പല സുവിശേഷ യോഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെന്ന വ്യാജേന പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ഈ പെട്ടെന്ന് അനുഗ്രഹം മേടിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. ഞാനതിനെ എതിർക്കാനൊന്നും തയ്യാറാകുന്നില്ലെങ്കിലും എനിക്ക് തോന്നിയ ഒരു വൈകല്യം പറയട്ടെ സഹോദരങ്ങളെ. മറ്റൊന്നുമല്ല, ഇവർ ഇങ്ങനെ നിലവിളിച്ച് ദൈവസന്നിധിയിൽ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു ചിന്ത, അബദ്ധധാരണ നമ്മുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്. ദ മോസ്റ്റ് നെഗ്ലിജിബിൾ ചാൻസ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്നറിയാം? ദ മോസ്റ്റ് നെഗ്ലിജിബിൾ ചാൻസ്, ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യം. അതായത് വലിയ പ്രതിസന്ധിയാണ് അത് സാധ്യമാക്കിയെടുക്കാൻ. അത് എൻ്റെ നിങ്ങളുടെ ജനനത്തെക്കുറിച്ച് ലക്ഷോപലക്ഷം സാധ്യതകൾക്കുള്ള ശക്തമായ ഒരു സാധ്യത വന്ന് ഒരു ജീവനായി മാറി, ആ ജീവൻ ഈ രൂപത്തിലായി മാറുവാൻ വേണ്ടി എൻ്റെ സർവശക്തനായ ദൈവത്തിനറിയാം. അതിനെക്കുറിച്ചാണ് ദ മോസ്റ്റ് നെഗ്ലിജിബിൾ ചാൻസ്. ഇനി ഞാൻ ഉണ്ടായപ്പോഴോ വൈകല്യങ്ങൾ നിറഞ്ഞ് വിരൂപമായി വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിലായി മാറാനും അംഗവൈകല്യത്തോടെ ജനിക്കാനൊക്കെ സാധ്യതയുണ്ടായിട്ട് എന്നെ വിളിച്ച് വേർതിരിച്ചവനാണ് ദൈവം. ആ ദൈവത്തിന് എന്നെ അറിയാമെന്നൊരു ചിന്ത വരണം. നിനക്ക് ഇന്ന് എന്ത് ആവശ്യമുണ്ടെന്ന് ദൈവത്തിന് നിന്നെക്കുറിച്ച് അറിയാം എന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ചെയ്തു തീർക്കുവാൻ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എനിക്ക് ചെയ്തു തീർക്കുന്നതാണ് എൻ്റെ ആഹാരം. ഇത് ഈ ശമരിയ സ്ത്രീക്ക് വേണ്ടി സർവശക്തനായ ദൈവം അവിടെ വന്നവനാണ്. ആ സ്ത്രീയെ വീണ്ടെടുക്കാൻ വേണ്ടി, അവളിൽ കൂടി സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു തമ്പുരാൻ അവിടെ വന്നതാണ്. അവിടെ നീ നിന്നെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ മതിയാകും. ദൈവത്തിന് നിന്നെക്കുറിച്ച് അറിയുവാനായിട്ട് കഴിയും. അഞ്ചാമതായിട്ടും അവസാനത്തേതുമായിട്ട്, നിൻ്റെ അവസ്ഥ നിന്നെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ദൈവം നിൻ്റെ അടുക്കൽ അങ്ങനെ പറഞ്ഞത്. നിൻ്റെ അവസ്ഥ നിന്നെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ദൈവം നിന്നെ ഈ കാര്യത്തിൽ കൂടി ബോധ്യപ്പെടുത്തിയത്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. ഇന്ന് നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ അറിയുന്നില്ല. ഇന്ന് നമ്മുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. ഇന്ന് നമ്മുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മൾ എന്തിലൊക്കെയോ ഇങ്ങനെ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കുക, നമ്മൾ എന്തിലൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക. ഞാൻ പറയാറുണ്ട്, ചിലപ്പോഴെങ്കിലും ഈ കല്യാണത്തിൻ്റെ റിസപ്ഷനുകളും മാമോദീസയുടെ റിസപ്ഷനുകളും വെഡിങ് ആനിവേഴ്സറിയുടെ റിസപ്ഷനും ഒക്കെ നടത്തുമ്പം വളരെ ഭംഗിയായിട്ടാണ് കോളിനോസ് പുഞ്ചിരിയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നല്ല ഭംഗിയായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ കുടുംബത്തിൻ്റെ അടിവേര് മാന്തി ജീവിതത്തിൻ്റെ നഷ്ടത്തിൽ, ജീവിതത്തിൻ്റെ കഷ്ടതയിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അലയടിച്ച് നിൽക്കുന്നവരാണ്. ചില കുടുംബങ്ങളിലെങ്കിലും ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ്.
മക്കൾക്ക് വേണ്ടിയൊക്കെ കരുതി വെക്കും, ഭാര്യയ്ക്ക് വേണ്ടി കരുതി വയ്ക്കും, കുടുംബത്തിന് വേണ്ടി കരുതി വയ്ക്കും. പിന്നെ വന്ന് നോക്കുമ്പോഴാ ഭാര്യയില്ല, മക്കളുമില്ല, ആരുമില്ല. താൻ അനാഥമായി മാറിയ ഒരു തലത്തിലേക്ക് വരുന്നത്. നമ്മുടെ ചിന്താതലത്തിലേക്ക് ഇപ്രകാരമുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഈ സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ ഡിവോഴ്സ് നടത്തി അവൾ മാറി മാറി ജീവിക്കുക. ഇനി അടുത്തതിന് ശേഷം ഇപ്പോൾ ഒരുത്തനുണ്ട്, അവൻ കല്യാണം കഴിച്ചതുപോലും അല്ല. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പം എൻ്റെ ആത്മാവിനെ എനിക്കൊന്ന് നേടിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ? സ്വർഗമെന്ന് പറയുന്ന വലിയ സങ്കല്പത്തിലേക്ക് ഓടി അടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സ്വർഗമെന്ന് പറയുന്നത് ഇപ്പോൾ തമ്പുരാൻ തയ്യാറാണെങ്കിൽ അതിനകത്തോട്ട് കയറിയിരിക്കാൻ തയ്യാറെടുക്കുന്നവരാണ് നമ്മൾ. സ്വർഗം ദൈവം തമ്പുരാൻ എന്ന് എൻ്റെ മുമ്പിൽ തുറന്നു തരുന്നോ ബലാത്കാരേണ അതിനകത്ത് കയറിയിരിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ യേശു തമ്പുരാൻ അവിടെ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നുണ്ട്, വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട്, സ്വർഗവും നരകവും നിങ്ങളുടെ ഇടയിലാണ്. അത് നീ കണ്ടെത്തിയിട്ടുണ്ടോ? അത് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഈ അവസ്ഥ നമുക്കതൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവമേ, എൻ്റെ അവസ്ഥ എന്താണ്? ഞാനിന്ന് വലിയ കാര്യത്തെ ജീവിക്കുന്നുണ്ട്. ഒന്ന് നല്ലതുപോലെ ചിരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഒന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഇതൊന്നും കഴിയാതെ ഞാൻ എന്തൊക്കെയോ ആയിത്തീരുന്നു എന്ന ചിന്താഗതിയിൽ, ഞാൻ എന്തൊക്കെയോ ആണെന്ന് ഉള്ള ചിന്താഗതിയിൽ ജീവിക്കുക. സാധാരണ പറയാറുണ്ട്, ഒരു ചായ കുടിക്കാനുള്ള ഭാഗ്യം പോലും പല ആളുകൾക്കും ഇന്ന് ഇല്ല എന്ന് തന്നെ പറയണം. നല്ല പ്രായത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ചായ കുടിക്കാനുള്ള ഭാഗ്യം പോലും ഇല്ല. എന്താ ചായ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, തേയില, വെള്ളം, പാല്, പഞ്ചസാര ഇത് തിളപ്പിച്ചുണ്ടാക്കുന്ന. ഇത് പൂർണ്ണമാക്കി വരുമ്പോഴാണ് നമ്മൾ നല്ല ചായ എന്ന് പറയുന്നത്. എന്നാൽ പഞ്ചസാര ഉപയോഗിക്കാനുള്ള ഭാഗ്യം പോലും നമുക്കില്ല. നല്ല പ്രായത്തിൽ അതില്ലാതെ മാറുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുത്ത് വരുവാൻ തക്കവണ്ണം ഉള്ള അവസരങ്ങളായി ഇത് മാറണം. എൻ്റെ അവസ്ഥയെ ഞാൻ തിരിച്ചറിയുമ്പം ഞാൻ ഒന്നുമില്ല നാഥ, നിന്റെ സന്നിധിയിൽ ഞാൻ താണു വണങ്ങിയാണ്, എനിക്കേതുമില്ല നാഥ. വിശുദ്ധയായ കന്യാമറിയാം പറയുന്ന പോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. എന്താ ദാസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അബ്ദോ എന്ന് സുറിയാനിൽ പറയും. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ദാസി എന്ന് പറഞ്ഞെങ്കിലും ഇച്ചൂടെ നല്ലത് ഇംഗ്ലീഷിൽ സ്ലേവ് എന്നുള്ള പദമാണ്. സെർവൻ്റ് എന്നുള്ള പദമല്ല, സ്ലേവ് എന്നുള്ള പദമാണ്. സ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമ എന്ന അർത്ഥം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അടിമയായി നിൽക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അടിമത്വത്തിലേക്ക് വരണം. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ അടിമയാണ്. എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആയുസ്സും ജീവിതവും ശരീരവും മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ അവസ്ഥ ദോഷത്തിലേക്കാണ് എങ്കിൽ ആ ദോഷത്തിനും അവസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വ്യതിയാനത്തിന്, ഒരു മാറ്റത്തിന്, എന്നെ തന്നെ ഒന്ന് പുതുക്കുന്നതിന് ഞാൻ ശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളുടെ ആവശ്യവും അതുതന്നെയാണ്. എൻ്റെ അവസ്ഥ ഞാൻ തിരിച്ചറിയണം. പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഞാൻ പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകും, എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കണം. മദ്യപാനത്തിലും മയക്കുമരുന്നിനും അടിമകളായി ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ അടിവേര് മാന്തിപ്പോകുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് നഷ്ടമാവുന്നുണ്ട് എന്ന് ഞാൻ സ്വയം ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ഇടയായിത്തീരണം. അവിടെ ഒരു വ്യതിയാനത്തിന് വിധേയമാകും. തിന്മപ്പെട്ട ജീവിതങ്ങൾ, തിന്മപ്പെട്ട പ്രവർത്തനങ്ങൾ, തിന്മപ്പെട്ട കൂട്ടുകെട്ടുകൾ നമ്മൾ ഇടപെടുമ്പോൾ എൻ്റെ ജീവിതനാശത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള എൻ്റെ അവസ്ഥ എനിക്കൊന്ന് തിരിച്ചറിയാൻ കഴിയണം. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ശമരിയ സ്ത്രീയെ നോക്കിക്കൊണ്ട് യേശു പറയുന്നു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. നിസ്സാരപ്പെട്ടത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ദൈവം തമ്പുരാൻ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ ആ ഒരു പ്രയോഗത്തിൽ കൂടി അവളിലേക്ക് ഇറക്കി വെക്കുകയാണ്. വളരെ നിസ്സാരപ്പെട്ട, നമ്മൾ പണ്ട് മുതലേ കേട്ടുള്ള വളരെ നിസ്സാരപ്പെട്ട ഒരു വാക്യമാണ് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട്. എന്നാൽ വളരെ ശക്തമായി യേശു തമ്പുരാൻ അവളോട് പറയുന്ന 5 കാര്യങ്ങൾ. നീ സത്യം പറയുമോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി. 2, നിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പരിശ്രമം ഉണ്ട്, ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നീ എത്രമാത്രം പരിശ്രമിക്കുമെന്നറിയാൻ വേണ്ടി. 3, നിന്നിൽ കൂടി മശിഹായെ സാക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിൻ്റെ മുമ്പാകെ, ഒരു ഗ്രാമത്തിലെ ആളുകളുടെ മുമ്പാകെ അവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുപ്പിക്കാൻ വേണ്ടി, നിന്നിൽ കൂടി മശിയെ സാക്ഷിക്കുവാൻ വേണ്ടി.
4, നിന്റെ രഹസ്യങ്ങൾ ദൈവത്തിന് അറിയാം എന്ന് നിന്നെ മനസ്സിലാക്കി തരുവാൻ വേണ്ടി. 5-മതായിട്ട് നിന്റെ അവസ്ഥ എന്തോ അത് നിനക്ക് തന്നെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ദൈവം നിന്നോട് പറയുന്നുണ്ട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ നേർക്ക് വരുമ്പോഴും ഈ ചില ഉത്തരങ്ങൾ നമ്മൾ തയ്യാറെടുത്ത് വെക്കുക, ഈ ചില പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ തയ്യാറെടുക്കുക. നമ്മുടെ സ്ഥലങ്ങളെ ദൈവസന്നിധിയിൽ വണക്കാം. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ, കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, യഥാർത്ഥമായി നിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് ജീവജലത്തെ ആഗ്രഹിക്കുന്ന ഞങ്ങൾ സത്യം പറയുന്നവരായി, സത്യം ചെയ്യുന്നവരായി, സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാനിടയാകണമേ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിന്റെ ജീവജലം അനുഭവിക്കുവാനുള്ള പരിശ്രമം ഉണ്ടാകുവാനിടയാകണമേ. ഞങ്ങളിൽ കൂടി ലോകത്ത് മശിഹായെ സാക്ഷിക്കുവാനിടയാകണമേ. ഞങ്ങളെ നീ പൂർണ്ണമായി അറിയുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥ ഒന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാകണമേ. വിശുദ്ധന്മാരുടെ മധ്യസ്ഥ കാവലായിരിക്കണമേ. ഞങ്ങളും വാങ്ങിപ്പോരും ഒരുമിച്ച് നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ.